നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന ഈ സമയത്ത് കേരളം ഇതിനെതിരെയുള്ള ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങളും താരതമ്യേന മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. സംസ്ഥാനം പുലർത്തിയ ഈ ജാഗ്രതാ നടപടികൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും UN അടക്കമുള്ള സംഘടനകൾ പ്രശംസിക്കുകയും ചെയ്തു. മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളിൽ വിദേശത്തു നിന്നും മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ തിരിച്ചെത്തിയതോടെ ചില സ്ഥലങ്ങളിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാരും ആരോഗ്യ പ്രവർത്തകരും മറ്റും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കോവിഡ് ബാധിതരുടെ എണ്ണത്തോടൊപ്പം രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ട്. ഈ ജാഗ്രത നമുക്ക് തുടരാം. മാധ്യമജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊപ്പം എന്നുമൊപ്പം കേരളമേ ഇത്തിരിയോളം കരുതലോടെ. മാധ്യമജാലകത്തിന്റെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾ കോവിഡ് ബാധിച്ച് മരിച്ച മാധ്യമ രക്തസാക്ഷികൾക്ക് ആദരം അർപ്പിക്കാനാണ് മാറ്റിവെച്ചത്. വിവിധ രാജ്യങ്ങളിലായി 190ഓളം മാധ്യമപ്രവർത്തകരാണ് കോവിഡിന് കീഴടങ്ങിയത്. ബഹുമാനപ്പെട്ട ഗവർണർ, മുഖ്യമന്ത്രി അടക്കമുള്ള നിരവധി പ്രമുഖർ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അവരോടൊപ്പം രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഈ വേളയിൽ മാധ്യമപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദില്ലിയിൽ നിന്ന് മാധ്യമജാലകത്തിന് നൽകിയ പ്രത്യേക സന്ദേശത്തോടെ ഈ ആഴ്ച ആരംഭിക്കാം. The COVID-19 pandemic is proving to be one of the biggest challenges that humanity has faced in recent history, threatening lives and livelihoods the world over. The role played by media persons in intense crises like this is crucial. They act as a bridge between the government and the people. They have the dual responsibility of providing accurate information and also countering misinformation. The media persons of our nation have done a stellar job in informing, educating and empowering our people. Very often, dedicated media persons endeavor to report from war zones and regions affected by natural disasters, doing their duty without worrying about their own safety and security. I commend the Kerala Media Academy for launching a campaign through Doordarshan to pay befitting tribute and homage to those media persons who lost their lives to COVID-19. Their exemplary sense of duty and commitment to their profession must never be forgotten. I convey my heartfelt condolence to the family members and friends of all media personnel who lost their lives in the line of duty. 35 രാജ്യങ്ങളിൽ നിന്നായി 190ഓളം മാധ്യമപ്രവർത്തകരാണ് ഇതുവരെ കോവിഡിന് കീഴടങ്ങിയത്. ഇതിൽ 9 പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകരാണ്. ഈ പ്രതിസന്ധി കാലത്തും മാധ്യമപ്രവർത്തനത്തിൽ മുഴുകി പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചതുമൂലം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരരായ മാധ്യമപ്രവർത്തകരെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. കോവിഡ്-19 മഹാമാരിയുടെ പിടിയിൽ നിന്നും മോചനം ഇനിയും അകലെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശാസ്ത്രലോകം അതിവേഗത്തിൽ വാക്സിനുകൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആശാവഹമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ജാഗ്രത വെടിയാൻ സമയമായിട്ടില്ല. ഈ മഹാമാരിയിൽ മരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണക്ക് പ്രകാരം 35 രാജ്യങ്ങളിലായി 190ലേറെ മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി. കോവിഡ്-19 മൂലം 9 മാധ്യമപ്രവർത്തകരാണ് ഇന്ത്യയിൽ മരിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ മാധ്യമജാലകം ഈ ധീരസേനാനികളെ സ്മരിക്കുകയാണ്. ദുഃഖദം മഹാദുരന്ത കാലമെന്നിരിക്കിലും ഒക്കെയും മറന്നു നരകയാതനാ തടങ്ങളിൽ സത്യമായ
ദൈനിക് ജാഗരൺ പത്രത്തിന്റെ ആഗ്ര എഡിഷൻ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന പങ്കജ് കുൽശ്രേഷ്ഠയാണ് ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചു മരിക്കുന്ന ആദ്യ മാധ്യമ പ്രവർത്തകൻ. യു പിയിലെ ഹോട്ട്സ്പോട്ടുകളിലൊന്നായ ആഗ്രയിൽ കോവിഡ് കവറേജിന് നേതൃത്വം കൊടുക്കവെയാണ് ഇദ്ദേഹം രോഗബാധിതനായത്. ഈ മഹാമാരിയുടെ ഏറ്റവും പുതിയ മാധ്യമ ഏരിയയാണ് പഞ്ചാബിലെ സീനിയർ ജേർണലിസ്റ്റ് ദേവീന്ദർ പാൽ സിംഗ്. PTC ന്യൂസ് ആങ്കറായിരുന്ന സിംഗ് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു. 2 ആഴ്ചയോളം കോവിഡ് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം വെള്ളിയാഴ്ച മരിച്ചു. തമിഴ് വീഡിയോ ജേർണലിസ്റ്റ് വേൽമുരുകൻ ജൂൺ 27 മരിച്ചത്. രാജ് TVക്ക് വേണ്ടി കോവിഡ് റിപ്പോർട്ടിംഗ് നടത്തിവരികയായിരുന്നു വേൽമുരുകൻ. 20 വർഷം നീണ്ട കരിയറിൽ അദ്ദേഹം ഇന്ന് കാണുന്ന പല പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കും വഴികാട്ടിയായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജാവേദ് ജിവാനിയാണ് കോവിഡ് കവർന്ന മറ്റൊരു ജീവൻ. സൗദി ദിനപത്രം അറബ് ന്യൂസിലെ ഫ്രണ്ട് പേജ് എഡിറ്ററായിരുന്ന ഇദ്ദേഹത്തിന്റെ വാക്ചാതുരിയെ മുൻ സഹപ്രവർത്തകർ വാഴ്ത്തി. നർമ്മബോധവും അറിവും അലിവുമുള്ള പെരുമാറ്റവും അദ്ദേഹത്തെ സഹപ്രവർത്തകർക്കും വായനക്കാർക്കും പ്രിയങ്കരനാക്കി മാറ്റി. മുംബൈയിൽ വെച്ചായിരുന്നു മരണം. വിജയ് കർണാടകയുടെ ചീഫ് ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന ഗൗരിപുത്ര ചന്ദ്രു മരിച്ചത് ഹൃദയാഘാതം മൂലമായിരുന്നു. പക്ഷേ മരണശേഷം അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ ഇദ്ദേഹം കൃഷി, ആത്മീയത എന്നീ വിഷയങ്ങളിൽ ഒട്ടേറെ ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായിരുന്ന ഹരീഷ് മുൻവാനിയുടെ മരണം കായിക ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ്. സ്പോർട്സ് വേൾഡ്, PTI, മിഡ് ഡേ, ഫോർ യു തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ഇദ്ദേഹം പല പ്രമുഖ കായിക മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തു. TV5 ചാനലിലെ യുവ ക്രൈം റിപ്പോർട്ടർ D. മനോജ് കുമാർ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടതിന് 2ാം നാൾ മരിച്ചു. തെലങ്കാനയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കുറവുകൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയരാൻ ഈ മരണം കാരണമായി. ഡൽഹിയിൽ DD ന്യൂസ് സീനിയർ ക്യാമറാമാൻ യോഗേഷ് കുമാറിന് കോവിഡ് ആയിരുന്നു എന്ന് കണ്ടുപിടിച്ചത് മരണശേഷമാണ്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. കോവിഡ് കവർന്ന മറ്റൊരു യുവ മാധ്യമ പ്രവർത്തകനാണ് TV9 റോഷൻ ഡയസ്. മൺമറഞ്ഞ ഭാരതീയ മാധ്യമ ധീരർക്ക് മാധ്യമജാലകത്തിന്റെ പ്രണാമം. കോവിഡ് ഭീതിക്കിടയിലും ജീവൻ പണയം വെച്ച യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തുവാനും വ്യാജ വാർത്തകളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുവാനും രാജ്യത്തിലെ അനേകായിരം മാധ്യമ പ്രവർത്തകർ വിശ്രമവും മതിയായ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ജോലി ചെയ്യുന്നു. ഇവരുടെ ത്യാഗവും സേവനവും എന്നും ഓർമ്മിക്കപ്പെടും. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം കലാ സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകളും മുൻ എപ്പിസോഡുകളിൽ മാധ്യമ പ്രവർത്തകരുടെ സമർപ്പണത്തെ പ്രകീർത്തിച്ചിരുന്നു. ഇത്തരത്തിൽ കലയോടും സമൂഹത്തോടും ഒരുപോലെ പ്രതിബദ്ധതയുള്ള കർണാടക സംഗീതജ്ഞനാണ് TM കൃഷ്ണ. സംഗീതത്തിനുമപ്പുറം രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ തൻ്റെതായ വ്യക്തിത്വം പുലർത്തുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന കലാകാരനാണ് TM കൃഷ്ണ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. We live in extraordinary times, unprecedented in the recent past. All our lives have changed. But I'm here talking to you, whereas lakhs of people across the globe have died. Many are in hospitals, and on an everyday basis, the numbers are only mounting. In these times of great hardship and difficulty, there have been people who have selflessly, not caring for their own safety, been on the streets, making sure you and I are safe. Civic authorities, those people who make sure the garbage is removed from your home. Those volunteers who come every morning and ask you whether there's anyone who has fever in your house. The hospitals, the doctors, the nurses, the ambulance drivers, those who make sure that the dead have a dignified burial or cremation. I mean, these are extraordinary human beings. Along with them, there is one section of society that we don't speak about or don't even consider in the same ambit.
the journalists, the people of media. We should be eternally grateful for what they have done for us in the last few months. Every day they've been on the roads. Every day they've gone to hospitals. They've gone to mortuaries. They've gone to every press conference given by a government, just to make sure you and I have the correct information. You and I know what is exactly going on. To ask the difficult questions of people in authority, irrespective of whether there's criticism or not. This is incredible work. This is service to humanity. This is truly what journalism is. And I must say, hundreds and hundreds of people have done this for us, and they continue to do it every day. But journalism is not a job. Journalism is care, concern. The search for the truth, to make sure you're safe. Make sure that tomorrow morning you can get up and hope at least that this will end at some point of time. So this is my way of saying thank you to these selfless human beings. Not just the journalists whose face I know or whose bylines I've seen, but everybody who's also invisible in that world. And I'm going to end with a little song, piece of a song, which talks about this concern, this sharing, this being together, which is not about ownership or power or control. The word is Poromboku. And Poromboku is used as an abuse nowadays, but it's in such an exquisite idea that there are places that are not owned. And the places to me are not just about property or land or rivers or trees. It's also our hearts. That in these times that we all face, we should be together. And we share in the difficulty, we share in the pain, we share in everything that is going on. It's only this feeling of being together and being part of one large family, however complicated it is only that feeling that can take us across. So I end with a few lines of the Poromboku Padam. And that's my way of saying thank you. புறம்போக்கு உனக்கு இல்ல புறம்போக்கு எனக்கு இல்ல புறம்போக்கு ஊருக்கு புறம்போக்கு பூமிக்கு. புறம்போக்கு is not just yours, it's not just mine. Poromboku is the place. Poromboku is for the land. It belongs to everybody. புறம்போக்கு உனக்கு இல்ல புறம்போக்கு எனக்கு இல்ல புறம்போக்கு ஊருக்கு புறம்போக்கு பூமிக்கு. புறம்போக்கு உன் பொறுப்பு புறம்போக்கு என் பொறுப்பு. புறம்போக்கு உன் பொறுப்பு புறம்போக்கு என் பொறுப்பு. புறம்போக்கு ஊர் பொறுப்பு இயற்கைக்கு பூமிக்கு. Poromboku is not just your responsibility or my responsibility. Poromboku is our responsibility. Poromboku is about nature. Poromboku is about the earth. Poromboku is about all of us. புறம்போக்கு உன் பொறுப்பு புறம்போக்கு என் பொறுப்பு. புறம்போக்கு ஊர் பொறுப்பு இயற்கைக்கு பூமிக்கு. புறம்போக்கு உனக்கு இல்ல புறம்போக்கு எனக்கு இல்ல புறம்போக்கு ஊருக்கு புறம்போக்கு பூமிக்கு. புறம்போக்கு ஊருக்கு புறம்போக்கு பூமிக்கு. പുറമ്പോക്ക് ഊർക്ക് പുറമ്പോക്ക് ഭൂമിക്ക്. ഈ ആഴ്ച മാധ്യമ വിചാരത്തിൽ മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതികളിൽ വ്യതിയാനം വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ, മാധ്യമ പ്രവർത്തകർ, സ്ഥാപനങ്ങൾ എന്നിവർ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച പ്രമുഖ മാധ്യമ നിരൂപകനും ചിന്തകനും നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു.
കോവിഡ് എന്ന മഹാമാരിക്കെതിരെ, ആഗോള മഹാമാരിക്കെതിരെ പൊരുതുകയും ആ പോരാട്ടത്തിൽ വീണുപോവുകയും ചെയ്യുന്ന നിരവധിയായ മാധ്യമപ്രവർത്തകർക്ക് ഈ ആഴ്ചകളിൽ നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ചു. അവരുടെ ധീരതയെ, അവരുടെ ത്യാഗത്തെ നമ്മൾ പ്രകീർത്തിച്ചു. അത് വലിയൊരു ഇൻസ്പിറേഷന് കാരണമാകും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ച്. ഏത് അപകടത്തെ നേരിടുന്നതിനും ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്നതിനും പ്രാപ്തമായി ഒരു പുതിയ തലമുറ മാധ്യമപ്രവർത്തനത്തിൽ മുന്നോട്ട് വരുന്നതിന് ഇതൊക്കെ സഹായകമാകും. എന്നാൽ ഇനി ഒരു മഹാവ്യാധി അല്ലെങ്കിൽ മഹായുദ്ധം ഉണ്ടായാൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മാത്രം മാധ്യമപ്രവർത്തകർ ഉണ്ടായിരിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്നുവെച്ചാൽ ഈ രീതിയിൽ മാധ്യമപ്രവർത്തനം തുടരുമോ, നിലനിൽക്കുമോ എന്നതാണ് ആശങ്ക. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഡിമൈസ് ഓഫ് ജേർണലിസം എന്ന വാക്ക് കേട്ടു. ജേർണലിസത്തിൻ്റെ ചരമം, നല്ല ഡിമൈസ് ഓഫ് ജേർണലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മീഡിയ എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ. പരിണാമ ചരിത്രത്തിൽ അപ്രകാരം പലതും സംഭവിച്ചിട്ടുണ്ട്. ദിനോസറുകളെ പോലെ പണ്ട് ഈ ഭൂമിയിൽ അടക്കി വാണിരുന്ന, നിർബാധം നടന്നിരുന്ന പലതും പിൽക്കാലത്ത് ഇല്ലാതായി പോയിട്ടുണ്ട്. അതുപോലെ മാധ്യമപ്രവർത്തനവും മാധ്യമപ്രവർത്തകരും വംശനാശം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഈ പ്രയോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മാധ്യമങ്ങളുടെ അനിവാര്യതയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഉത്തമമായ, വിശ്വാസ്യതയുള്ള, സത്യസന്ധമായ മാധ്യമപ്രവർത്തനം ഇല്ലാതെ ഒരു ജനാധിപത്യ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല, മുന്നോട്ട് പോകാനും കഴിയില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിൽ ഈ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ആ രോഗത്തിൻ്റെ വ്യാപനം മാത്രമല്ല മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ആശങ്കയിൽ ആഴ്ത്തുന്നത്. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മാധ്യമപ്രവർത്തകർ അവരുടെ തന്നെ സുരക്ഷിതത്വം, അവരുടെ ജീവനുള്ള സുരക്ഷിതത്വം മാത്രമല്ല, അവരുടെ തൊഴിൽപരമായ സുരക്ഷിതത്വം കൂടി, ജീവനും തൊഴിലും സുരക്ഷിതമാണോ എന്ന ആശങ്കയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പല മാധ്യമ സ്ഥാപനങ്ങളിലും വലിയ തോതിൽ മാധ്യമപ്രവർത്തകരെ പിരിച്ചുവിടുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ അടയ്ക്കുന്നു. പല പ്രമുഖ പത്രങ്ങളുടെയും പതിപ്പുകൾ ഇല്ലാതെയാവുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡെക്കാൻ ക്രോണിക്കിൾ എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രം ഇന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ എന്തെല്ലാമാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. എല്ലാം ഓൺലൈനിലേക്ക് മാറിയാൽ മതി. ഇനിയുള്ള ഒരു ഓൺലൈൻ സംസ്കാരം, ഓൺലൈൻ ലോകത്തിൻ്റെ കാലം. ജുഡീഷ്യറി ഓൺലൈൻ, വെർച്വൽ കോടതികൾ ആയി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാം അങ്ങനെ ആകുമായിരിക്കാം. നമ്മളതിന് അത്തരം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല, തടയാൻ ശ്രമിക്കുന്നില്ല, ശ്രമിച്ചാൽ വിജയിക്കുകയുമില്ല. പക്ഷേ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലരും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനും മാധ്യമങ്ങളെ അത് മെരുക്കി എടുക്കുന്നതിനും ഉള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് പല രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമായ, വിനാശകരമായ ഒരു പോക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക കാരണങ്ങളാൽ മാധ്യമങ്ങൾ വലിയ ഞെരുക്കത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിരിച്ചുവിടലും അടച്ചുപൂട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. മാധ്യമങ്ങളുടെ മേൽ ഭരണകൂടങ്ങളുടെ നിയന്ത്രണം കൂടി വരുന്നൊരു കാലം കൂടിയാണിത്. സെൻസർഷിപ്പിന് സമാനമായ അവസ്ഥയിൽ വാർത്തകളുടെ മേൽ നിയന്ത്രണം ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ്, സ്വതന്ത്രമായി കാര്യങ്ങളൊക്കെ എഴുതുന്നു, അഭിപ്രായം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെയൊക്കെ പേരിൽ, വെളിപ്പെടുത്തലുകളുടെയും വിലയിരുത്തലുകളുടെയും പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന കേസുകൾ, FIRകൾ, മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ഉപകരണമായി FIR ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും വ്യാപകമായി മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരു കാര്യം ശരിയാണ്, നമുക്ക് നാളെ മാധ്യമങ്ങളുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ
കടലാസ് ഇല്ലാതെ ആയേക്കാം എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അർത്ഥമാക്കാൻ പാടുള്ളൂ. പരിശീലനം ലഭിച്ച കമ്മിറ്റഡായ പ്രതിജ്ഞാബദ്ധമായ ഒരു കൂട്ടം ആളുകൾ അവർ നടത്തുന്ന പ്രത്യേകമായ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ ആണ് മാധ്യമപ്രവർത്തനം അഥവാ ജേർണലിസം. മീഡിയ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ്. വെറുതെ ആർക്കും ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതാണ് മനുഷ്യന് ആവശ്യം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാവലാൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ, അവരെയാണ് സമൂഹത്തിന് ആവശ്യം. കാര്യങ്ങൾ അറിയുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന അവരെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം കാര്യങ്ങൾ അറിയുന്നതിന് ത്യാഗബുദ്ധിയോടെയും സാഹസിക ബുദ്ധിയോടെയും പ്രവർത്തിക്കുക. അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ നിർഭയം ജനങ്ങളെ അറിയിക്കുക. അതൊരു വലിയ പ്രവർത്തനമാണ്, വലിയ ജനാധിപത്യ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് മഹാവ്യാധികളെയും മഹായുദ്ധങ്ങളെയും അടിച്ചമർത്തലുകളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോയേ മതിയാവൂ. അതുകൊണ്ട് ഈ ഡിമൈസ് ഓഫ് ജേർണലിസം എന്ന ആശങ്ക അതൊരു ആശങ്കയായി തന്നെ നിൽക്കട്ടെ. ഞാൻ ആ ആശങ്ക പങ്കുവയ്ക്കുന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ, അതിൻ്റെ കരുതൽ ഒക്കെ അതെല്ലാം മാധ്യമപ്രവർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെക്കുറിച്ച് അവരുടെ ത്യാഗത്തെക്കുറിച്ചും ഓർമ്മിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച പിന്നീട് ലോക സംഗീത വേദികളിൽ ഡ്രംസിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് ശിവമണി എന്ന ആനന്ദൻ ശിവമണി. ഡ്രം വായനയിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഇദ്ദേഹം ഉടുക്ക്, ഗഞ്ചിറ, ദർബുക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ലോകപ്രസിദ്ധരായ ഒട്ടേറെ കലാകാരന്മാർക്കൊപ്പവും അദ്ദേഹം അരങ്ങു പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി. എല്ലോർക്കും വണക്കം, നമസ്കാരം, Sat Sri Akal, Assalamu Alaikum, praise the Lord. This is your Drum Shivamani. I thank Kerala Media Academy taking a risk their lives in this moment in coronavirus areas, when taking videos and sending the news for everyone to the world. They're taking a big risk. Be careful, and thank once again Kerala Media Academy. Be careful, and I pray Almighty will come out normal life. Always your Drum Shivamani. I like to play for our Kerala Media Academy. This is a gift what God has given to me. I share it to our Kerala people. ഈ കോവിഡ് കാലത്ത് ജാഗ്രത പുലർത്തി ഭയാശങ്കയില്ലാതെ നല്ല ആരോഗ്യശീലങ്ങൾ പരിശീലിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ മഹാമാരിയെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. ഒരു നല്ല നാളേക്കായി കാത്തിരിക്കാമെന്ന പ്രതീക്ഷയോടെ ഈ ആഴ്ചയിലെ മാധ്യമജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. മീഡിയ ഫോർ ഓൾ, ഓൾവേസ്. നമസ്കാരം. പ്രണാമം പ്രണാമം
പ്രണാമം. മറ്റുള്ളവർക്കായി ജീവിക്കയെന്നുള്ള മാധ്യമധർമ്മത്തെ നെഞ്ചോട് ചേർത്തും പതരാതെ നിർഭയം പോരാടി നിന്നവർ പിരിയുന്ന വേളയിൽ വിട നൽകിടട്ടെ.